ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു റീകൺസിലേഷൻ റീയൂണിയൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള സമയം ആയിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്? നിങ്ങളുടെ പേഴ്സന്റെ എനർജി കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കണം. അവരുടെ പേര്, മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് മാറി ഒരു റീകൺസിലേഷൻ നടക്കണം എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അല്ല, കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു രീതിയിൽ എനർജീനെ മനസ്സിലേക്ക് എടുക്കുക. പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പൊ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ, നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Eight of Wands, Justice, the Sun energy, Ace of Wands, the World energy, High Priestess, Two of Cups, Strength, the Hermit, Ten of Wands, Judgment, Nine of Wands, Six of Wands, Ace of Swords, the Moon energy, the Hanged Man, the Fool energy, Queen of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാണ്ട്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ആരുടെയൊക്കെ സ്പ്രെഡുകളാണെന്നുണ്ടെങ്കിലും, എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഈ ഒരു സ്പ്രെഡ്, ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു നീതിക്ക് വേണ്ടി, അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയന്റെ സമയം ഒരു ഭൂരിഭാഗം ആളുകൾക്കും അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വളരെ കുറച്ച് പേർക്കാണ് ചെറിയൊരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നത്. അത് നമുക്ക് റീഡിങ്ങിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും പറഞ്ഞു വരാം. അപ്പൊ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആദ്യമേ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഹെർമിറ്റ് എനർജി ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തീർച്ചയായും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർ എത്രത്തോളം നിങ്ങളിൽ നിന്ന് മാറി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കാം. എന്ത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ എനർജീസ് ഉണ്ടായിരിക്കാം, ഈഗോ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടി അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും അതുപോലെ നിങ്ങളാണെന്നുണ്ടെങ്കിലും അവരെയും ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നേരത്തെ തന്നെ ഇത് ക്ലിയർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു കോംപ്ലിക്കേഷനിലേക്ക് ഒരുപക്ഷെ വരാൻ സാധ്യതയില്ലാതിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇതിനെ ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇവരായിരിക്കാം എഫേർട്ട് എടുക്കാതിരുന്നത്. നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറി സൈലന്റ് ആയിട്ട് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് ഒരു ഗ്യാപ്പ് വന്ന് നിൽക്കുന്ന റിലേഷൻഷിപ്പിന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എവിടേക്കാണോ മാറിപ്പോയത് ആ ഒരു സ്ഥലത്തേക്ക്, അതായത് നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ നിങ്ങൾക്ക് നടക്കാനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അവരുടെ എനർജിയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ടാണെങ്കിലും ത്രീ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അവർക്ക് ചുറ്റിനും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അതിലേക്കൊന്നും ഇപ്പൊ ഫോക്കസ്ഡ് അല്ല.
അവരുടെ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവർ സ്വയം അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു രീതിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അവർ ഈ ഒരു ജീവിതത്തെ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവരുടെ ഒരു ഈഗോ കാര്യങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വെച്ചിട്ടോ ഒക്കെ ഇവര് പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിക്കൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചിന്താഗതികൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ 8 ഓഫ് വാണ്ട്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു സ്പ്രെഡ് ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. അതും വളരെ ഫാസ്റ്റ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് മാറിപ്പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഒക്കെ അൺബ്ലോക്ക് ആക്കാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവരെ എന്തായാലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ചിലവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കാം. മറ്റ് ചിലവരെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ത്രൂ തന്നെയായിരിക്കാം, ഫോൺ വഴിയൊക്കെ തന്നെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ബ്ലോക്ക് മാറ്റാനുള്ള ഒരു സാധ്യതയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളും അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് മാറ്റിയാലാണ് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്കൊരു നീതി തരിക എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നീതിപൂർവ്വം നിങ്ങളിലേക്ക് പ്രവർത്തിക്കുക, സത്യസന്ധമാകുന്ന രീതിയിൽ നിങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഈ റിലേഷൻഷിപ്പിൽ എടുക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് ഇവരിൽ ഇപ്പൊ നിൽക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുവരണം എന്നുള്ളത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചിന്താഗതിയോടുകൂടി ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ധാർഷ്ട്യവും കാര്യങ്ങളും ഒന്നും ഇപ്പൊ എന്തായാലും ഇവരുടെ എനർജിയിൽ കാണിക്കുന്നില്ല. അതൊക്കെ കെട്ടടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈഗോ കാര്യങ്ങൾ മാത്രമല്ല, ഒരു വാശി, വൈരാഗ്യം അതൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ട് വളരെ സാധാരണമായ രീതിയിൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ മനസ്സുകൊണ്ട് അവർ ഈ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നതുകൊണ്ട് ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ടിട്ട്, ബന്ധത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളത് കൊണ്ട് അതൊരു കമ്മ്യൂണിക്കേഷനിലൂടെ തീർക്കുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു സാഹസികപരമായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിക്കാണ് ഇവർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു ചെവി ഇതുവരെ തരാതിരുന്ന വ്യക്തികളാണെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളെ കേൾക്കാൻ ഒരു മനസ്സ് തരാതിരുന്നവരാണെന്നുണ്ടെങ്കിലാണ് അവരിങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ഇനി പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ എല്ലാം കേൾക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും അത് okay പറയണം എന്നില്ല. കാരണം നിങ്ങളും അതിനനുസരിച്ച് വേദനിച്ചിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളൊരു happy ആയിട്ടുള്ള moment ൽ അല്ല ഇരിക്കുന്നത്. ഈ relationship ൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായ ഒരു ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു വന്നവരായിരിക്കാം. പക്ഷെ എന്ത് സാഹസികപ്പെട്ടാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇവർ നടത്തും എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് ഇവരിൽ ഇപ്പൊ കാണിക്കുന്നത്. സന്തോഷകരമായ ഒരു പരിസമാപ്തി ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരണം. അതായത് നിങ്ങളാണ് ഇവരുടെ ഒരു ഡെസ്റ്റിനി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ വന്ന് നിൽക്കേണ്ട ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്താണ്. നിങ്ങളുമായിട്ടുള്ള ജേർണി ആണ് റിലേഷൻഷിപ്പിന്റെ അവസാനം വരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന പേഴ്സൺ ആണിത്. അപ്പൊ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഒരുപക്ഷെ തന്നവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് പോയവരായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്വന്തം മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാ രീതിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പ്രതീക്ഷയോടുകൂടി ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താനുമായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീകൺസിലേഷൻ നടത്തുക. പരസ്പരം ആ ഒരു സ്നേഹത്തിന്റെ അംശം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. ഒരു കാലത്ത് നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന വ്യക്തികളാണ്. അത്രത്തോളം ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുന്നോട്ടേക്ക് പോകവേ ആയിരിക്കാം പല പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കിടയിൽ അകൽച്ച സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നഷ്ടപ്പെട്ടു പോയ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എല്ലാം വീണ്ടെടുക്കാനും നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ രീതിക്കും വന്ന് ആ ഒരു forgiveness, ക്ഷമാപണം നടത്തുക എന്നുള്ള മെന്റാലിറ്റിയിലുമാണ് ഇവർ നിൽക്കുന്നത്. ഇവർക്കറിയാം ഇവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ എന്നുള്ളതും ഇവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആ ഒരു സമയത്തെ ദേഷ്യവും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഒരു പ്രലോഭനത്തിലൊക്കെ അകപ്പെട്ടു പോയവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്.
ഇവിടെ ചില വിഭാഗം ആളുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എല്ലാ രീതിക്കും തയ്യാറെടുക്കുകയാണെങ്കിൽ, മറ്റൊരു വിഭാഗം ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്കൊരു ഇവിടെ റീകൺസിലേഷന്റെ കാര്യത്തിൽ ഇവർക്കൊരു ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. ഭയങ്കരമായ ഒരു ദുഃഖവുമായിട്ട് ഇവർ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവരുടെ ചിന്തകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി നൽകണം എന്നുള്ള രീതിക്ക് തോട്ടുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം എടുത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ നടന്നു നിൽക്കുന്ന വ്യക്തികളാണ്. അവർ വളരെ പെട്ടെന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതകളുണ്ട്. കാരണം അവർ എല്ലാ രീതിക്കും ഒരു കൺഫർമേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. മറുവിഭാഗം ആളുകളുടെ കാര്യത്തിൽ അവരൊരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലൂടെ, എന്ന് വെച്ചാൽ പ്രോസസ്സിംഗ് സ്റ്റേജ് ആണ്. തീർച്ചയായും ഇവർ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം ഇവർക്ക് നിങ്ങൾക്കൊരു നീതി നൽകണം എന്നുള്ള ചിന്തകൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും റീകൺസിലേഷൻ തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ എയിം. പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷൻ ആണ്. ഇവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇവർക്കൊരു ഭയം, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഇവർ അത്രയും ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ഫിയർ അത് ഇവരുടെ ഉള്ളിലുണ്ട്. എല്ലാത്തിനെയും അതിജീവിച്ച് വരണം, നിങ്ങളിലേക്ക് ഒരു ബുദ്ധിപൂർവ്വം കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഇവർ stuck ആണ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു stuckness ഒക്കെ മാറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിയിലും റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് എനർജി കിട്ടിയിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ എല്ലാ രീതിക്കും തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്കാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ. മറ്റൊരു വിഭാഗം ആളുകളിൽ പ്ലാനിങ് ആണ് നടക്കുന്നത്. കാരണം ആ ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് ഏത് രീതിയിൽ വേണം എന്നൊരു ചിന്ത. കാരണം ഇവർക്ക് ഒരുപാട് കുറ്റബോധം ഇവിടെ തോന്നുന്നുണ്ട്. അവർ ചെയ്തു പോയ കാര്യങ്ങൾ, അവർ പ്രവർത്തിച്ച രീതികൾ, അതിലെല്ലാം ഒരു ഭയങ്കരമായ കുറ്റബോധം പേറി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ ഒരു കുറ്റബോധം മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അവർക്കത് എങ്ങനെയാണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് ഒരു ക്ലാരിറ്റി ഇല്ല. ബുദ്ധിപൂർവ്വം എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഗൈഡൻസ് അവർക്ക് മാനസികപരമായിട്ട് ലഭിച്ചിട്ടില്ല. സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ചിന്തകൾ ഉണ്ട്. അതുപോലെ സ്വന്തം ജീവിതത്തിന് തന്നെ ഒരു നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ന്യായമായ രീതിയിലുള്ള നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലെല്ലാം പെട്ട് ഒരു ഒറ്റപ്പെടലില് അല്ലെങ്കിൽ ഒരു ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അവർക്ക് അവരുടെ ലൈഫിൽ ഒരു പ്രകാശമായിരുന്നു നിങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഒരുപാട് വൈകി പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രണ്ട് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളുടെ എനർജി നമുക്കിവിടെ കണക്ട് ആവുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ ഒരു കോമൺ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസിൽ എടുക്കുവാണെങ്കിൽ ഇവർ ഒരുപാട് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇവർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഡെസ്റ്റിനി എന്നുള്ള രീതിക്ക് അവർ നിങ്ങളെ നോക്കി കാണുന്നത്. അതും നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും ഫാസ്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോഴേക്കും എല്ലാം നശിപ്പിച്ചിട്ട് എന്നുള്ള രീതിക്കല്ല, ഇതൊരു പൂർവാധികം ശക്തിയോട് കൂടി ഒരു ലോങ് ടേം ആയിട്ട് വേണം. എന്ന് വെച്ചാൽ പെർമനന്റ് ആയിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിപൂർവമായിട്ടുള്ള രീതിക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇവര്. അപ്പൊ ഒരു ഷോർട്ട് ടേം പീരീഡിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, ഒരു ലോങ് ടേം ആയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അതിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതനുസരിച്ച് വേണം കണക്ട് ചെയ്യാനായിട്ട്. കാരണം വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ ഇവർ നോക്കി കാണുന്നത്. വളരെ ഹോപ്പ് വെച്ചിട്ടാണ് നോക്കി കാണുന്നത്. അത്രയും ഒരു precious ആയിട്ടൊക്കെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾക്കൊരു വാല്യൂവും തരാതെ നിങ്ങളെ മാറ്റി അവഗണിച്ച് നിർത്തിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരായിട്ട് തന്നെ നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മെയിൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു എനർജി ഇവിടെ കണക്ട് ആവുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകെ ചേസ് ചെയ്ത് ഇപ്പൊ നടക്കുന്നില്ല. ഒരു സമയം വരെ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്ത് പോന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങളുടേതായ ലോകത്തിലേക്ക് നിങ്ങൾ ഒതുങ്ങി മാറി നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഒരുപാട് നിങ്ങൾ വേദനിക്കുന്നുണ്ട്. ഒത്തിരി നിങ്ങൾ യൂണിവേഴ്സിനോട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥന, മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ചിലവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോഴ്സ് പോലെയൊക്കെ ആയിരിക്കാം ചെയ്യുന്നത്. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എനർജി തന്നെയാണ് നിങ്ങൾ പോലും അറിയാതെ അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു യൂണിവേഴ്സൽ ടൈം ഇവിടെ വന്നു കഴിഞ്ഞു. കാരണം ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ ഇത് പൂർണ്ണമായിട്ട് നിലച്ചു പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല. നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി അപ്രതീക്ഷിതമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ എല്ലാം കൊണ്ട് പൂർണ്ണമായും തകർന്നു പോയി എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. തകർന്നു പോയ ആ ഒരു സ്ഥലത്ത് നിന്നും ഡെത്ത് ആയി എന്ന് കരുതിയ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇതിനകത്തൊരു റീബർത്ത് ഉണ്ട്. ആ ഒരു റീബർത്തിന്റെ സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അപ്പൊ ആ ഒരു റീബർത്ത് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇവർക്ക് മുമ്പിലേക്ക് ഒരുപാട് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്ന സമയത്ത് ചിലപ്പോൾ ഇവർ നിങ്ങളെ മാറ്റി നിർത്തി പോയിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ കൊണ്ട് ഇവർ പോയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. പക്ഷെ അവിടെ നിങ്ങൾ അവഗണിക്കേണ്ട കാര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് അവരുടെ സ്വാർത്ഥ മനോഭാവമാണ്. പക്ഷെ അത് കൂടുതൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെയൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ വിശ്വാസവഞ്ചന അല്ലെങ്കിൽ വിശ്വാസക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് നിൽക്കുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും തിരിച്ചറിവുകളും അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ എത്രത്തോളം പിഴവുണ്ട് എന്നുള്ളത് സ്വയം റിയലൈസ് ചെയ്യുകയാണ്. അപ്പൊ സ്വയമേ തന്നെ ആ ഒരു തെറ്റുകളെല്ലാം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ അവർക്ക് സംഭവിക്കുന്നത്. അതോടൊപ്പം ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ അത്രത്തോളം സ്നേഹത്തോടു കൂടി ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് ഒരു റീകൺസിലേഷൻ നടത്താനായിട്ട് വരാനുള്ള പോസിബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതും നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ റീഡിംഗ് എടുത്തപ്പോഴേ പറഞ്ഞു നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പൊ യാദൃശ്ചികമായിട്ട് ഇത് ആരുടെയൊക്കെ മുന്നിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു എനർജിയിലാണ് ഇതിലേക്ക് കണക്ട് ആവുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ ചേസ് ചെയ്ത് പോവാതെ എന്ന് വെച്ചാൽ അവരുടെ പുറകെ അങ്ങനെ നടക്കാതെ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് എന്നാ റിലേഷൻഷിപ്പിൽ റീകൺസിലേഷൻ നടക്കണം, റിയൂണിയൻ വേണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ബന്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കാനുള്ള പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവർക്ക് ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ എനർജി അത്രത്തോളം ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി ഹൈ ആയപ്പോഴേക്കും നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ധാർഷ്ട്യവും വാശിയും കാര്യങ്ങളൊക്കെ കെട്ടടങ്ങി അവരുടെ എനർജി ലോ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് റീഡിംഗിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇത് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. Within the next few weeks, yes, communicate clearly. You are ready. Peaceful resolution. It's up to you. Reconsider. Forgiveness. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആവുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എവിടെയാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവഗണിച്ചത് അവരായിട്ട് തന്നെ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു പരിഗണന നൽകാനായിട്ട് വരാനായിട്ട് പോവുകയാണ്. ഫോർഗീവ്നെസ് ആണ്. വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ആ ഒരു ക്ഷമാപണം നടത്തി അവർ നിങ്ങളിലേക്ക് എത്തുന്നു. യു ആർ റെഡി. നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരുന്നു കൊള്ളുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഇറ്റ്സ് അപ് ടു യു ആണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തണം. കാരണം ഇതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ മെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ ബന്ധത്തെ എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവർ വന്നു കഴിയുമ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടത്തുക. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സമാധാനപരമായ ഒരു പരിഹാരം തന്നെയായിരിക്കും ലഭിക്കാനായിട്ട് പോകുന്നത്. യെസ്, തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു മാറ്റങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും.
ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ ഒരു വിശ്വാസത്തോടു കൂടിയല്ലേ മുന്നോട്ടേക്ക് പോയത്. അതേ വിശ്വാസത്തോടു കൂടി, അതേ പ്രാർത്ഥനയോടു കൂടി, അല്ലെങ്കിൽ അതേ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊള്ളുക. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും യൂണിവേഴ്സൽ മദറിന്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉടനെ തന്നെ സംഭവിക്കുന്നതാണ്. ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് കൂടെ കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. 34 S എന്നൊരു ലെറ്റർ, 24 R എന്നൊരു ലെറ്റർ, 32 1993 എറണാകുളം, കാലിക്കറ്റ്, 19 രോഹിണി, D എന്നൊരു ലെറ്റർ, ജെമിനി, ആലപ്പുഴ, വയനാട്, H എന്നൊരു ലെറ്റർ, 36 T എന്നൊരു ലെറ്റർ, ജാനുവരി മന്ത്, P എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, കണ്ണൂർ, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് 7 days ആയിട്ടും എടുക്കാം. G, അവിട്ടം, സ്കോർപിയസ്, അശ്വതി എന്നൊരു സ്റ്റാർ, 30 days കാണിക്കുന്നുണ്ട്, 30 ദിവസം, ചിത്തിര, ജൂൺ എന്നൊരു മന്ത്, 1968 പാലക്കാട്, മകം, വയനാട്, B എന്നൊരു ലെറ്റർ, D എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ട്രിവാൻഡ്രം പൈസസ് വന്നായിരുന്നു, പുണർദം, ട്രിവാൻഡ്രം അഗൈൻ വന്നിട്ടുണ്ട്, R എന്നൊരു ലെറ്റർ, മാർച്ച് എന്നൊരു മന്ത്, 38 H വീണ്ടും വന്നിട്ടുണ്ട്, പൂരാടം, ആയില്യം, M എന്നൊരു ലെറ്റർ, ഫെബ്രുവരി എന്നൊരു മന്ത്, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാർത്തിക എന്നൊരു സ്റ്റാർ ആണ്. നമുക്കിന്ന് ഒരുപാട് ക്ലൂസ് വന്നായിരുന്നു. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക പോസിറ്റീവ് ആയിട്ട്, ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.